അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രസ്താവിച്ചു, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീനിൽ സ്വന്തം ഉമ്മാക്ക് ഗുണം ചെയ്യുന്നതിലേറെ പടച്ച തമ്പുരാനിലേക്ക് ഏറ്റവും അടുപ്പിക്കുന്ന മറ്റൊരു കർമ്മവും തനിക്കറിയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപം വന്ന് ഒരു സ്വഹാബി വര്യൻ ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, മൻ അഹഖു ബിഹുസ്നി സ്വഹാബത്തി, ഞാൻ ഏറ്റവും നല്ല നിലയിൽ സഹവസിക്കേണ്ടത് ആരോടാണ്? ഞാൻ ഏറ്റവും നല്ല നിലയിൽ പെരുമാറേണ്ടത് ആരോടാണ്? ഞാൻ ഏറ്റവും ഗുണം ചെയ്യേണ്ടത് ആർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വര്യൻ വന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോടാണ് നീ ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കേണ്ടത്. നിന്റെ പ്രിയപ്പെട്ട ഉമ്മാക്കാണ് നീ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത്. കാല, ആഗതൻ ചോദിക്കുകയാണ്, സുമ്മമൻ, പിന്നെ ആർക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ നന്മയും ഏറ്റവും കൂടുതൽ നല്ലതുപോലെ പെരുമാറേണ്ടതും ആരോടാണ്? ആരംഭ നബിതങ്ങൾ പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ ഉമ്മയോട് തന്നെയാണ് നീ നല്ല നിലയിൽ വർത്തിക്കേണ്ടതും നല്ല നിലയിൽ പെരുമാറേണ്ടതും. നിന്റെ ഉമ്മാക്ക് തന്നെയാണ് നീ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടതും ഗുണം ചെയ്യേണ്ടതും. മൂന്നാമതും ആഗതൻ ചോദിക്കുന്നു, സുമ്മമൻ, പിന്നെ ആരോടാണ് നബിയെ ഞാൻ ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കേണ്ടത്? പിന്നെ ആർക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യേണ്ടത്? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്നാമതും പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് തന്നെയാണ് നീ ഏറ്റവും കൂടുതൽ നല്ല നിലയിൽ പെരുമാറേണ്ടതും നീ ഏറ്റവും ഗുണങ്ങൾ ചെയ്യേണ്ടതും നിന്റെ ഉമ്മാക്ക് തന്നെയാണ്. ആഗതനായ സ്വഹാബി വര്യൻ പിന്നെയും ചോദിക്കുന്നു, സുമ്മമൻ, പിന്നെ ആരോടാണ് നബിയെ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്? ആരോടാണ് നബിയെ ഞാൻ ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കേണ്ടത്? പിന്നെ ആർക്കാണ് നബിയെ ഞാൻ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാലാമത്തെ തവണ പറഞ്ഞു, സുമ്മ അബൂക, നിന്റെ ബാപ്പയോടാണ് പിന്നെ നീ ഏറ്റവും കൂടുതൽ നല്ല നിലയിൽ വർത്തിക്കേണ്ടതും നന്മകളും ഗുണങ്ങളും ചെയ്യേണ്ടതും. പ്രിയമുള്ളവരെ, ആരംഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം 3 പ്രാവശ്യം നിന്റെ ഉമ്മാക്കാണ് നീ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടതും ഗുണം ചെയ്യേണ്ടതെന്നും നിന്റെ ഉമ്മയോടാണ് നീ ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കേണ്ടതെന്നും പെരുമാറേണ്ടതെന്നും സഹവസിക്കേണ്ടതെന്നും ആരംഭ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞതിലൂടെ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഉമ്മമാരുടെ സ്ഥാനവും